എല്ലാം നമ്മൾ കരുതുന്നത് പോലെ ആകണമെന്നില്ല. അതെ, മഹാലക്ഷ്മിയുടെ പ്രതീക്ഷകൾക്ക് വമ്പൻ തിരിച്ചടി. മഹാലക്ഷ്മിക്കുമേൽ കണ്ണന്റെ വിശ്വാസം നശിക്കുന്നു. ഒപ്പം ശത്രുക്കൾക്ക് ഇനി ആഘോഷരാവുകൾ. മഹാലക്ഷ്മിയുടെ ഈ പടിയിറക്കം സാക്ഷാൽ ദേവി പ്രവചിച്ചത് തന്നെയോ? പക്ഷേ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എല്ലാം ശത്രുക്കളുടെ ലീലകൾ തന്നെ അല്ലേ? ദുർഗയുടെ കളി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. കണ്ണന്റെ ചികിത്സയിൽ പണ്ട് ഇവർ കൈ കടത്തിയിരുന്നു. അതോടെ ചികിത്സയുടെ ഫലം തന്നെ ഇല്ലാണ്ടായി. ഇപ്പോൾ ഇവിടെ വീണ്ടും കണ്ണന്റെ ചികിത്സ മഹാലക്ഷ്മിയുടെ മേൽനോട്ടത്തിൽ തുടങ്ങിയിരിക്കുന്നു. സ്വന്തം ഭാര്യയെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന കണ്ണന്റെ ഈ സ്വഭാവത്തെ തന്നെയാണ് ദുർഗ മഹാലക്ഷ്മിയുടെ നേരെ ഉപയോഗിക്കാൻ പോകുന്നതും. മഹാലക്ഷ്മി അറിയാതെ വീണ്ടും ദുർഗ മരുന്നുകൂട്ടുകൾ മാറ്റും. അതോടെ മരുന്ന് തിരിച്ചടിക്കും. ഇവിടെയാണ് ദുർഗ കയറി കളിക്കാൻ പോകുന്നത്. കണ്ണന്റെ മനസ്സിൽ മഹാലക്ഷ്മിയോടുള്ള വിശ്വാസം തകർത്ത് കളയുന്ന ആരോപണങ്ങൾ ദുർഗ തൊടുത്തുവിടും. സ്വത്തുകൾ അടിച്ചു മാറ്റാൻ ഇവിടെ മരുന്നുകൾ മാറ്റി കണ്ണനെ കൊല്ലാൻ വേണ്ടിയുള്ള മഹാലക്ഷ്മിയുടെ കളിയാണിതെന്ന് കണ്ണനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. അതോടെ കണ്ണന്റെ മനസ്സിൽ നിന്നും ഒപ്പം കമലേശ്വരം തറവാട്ടിൽ നിന്നും മഹാലക്ഷ്മിക്ക് പടിയിറങ്ങേണ്ടി വരും. എല്ലാം പണ്ട് വയസ്സായ മുത്തശ്ശിയുടെ രൂപത്തിൽ വന്ന ദേവി മഹാലക്ഷ്മിയോട് സൂചന നൽകിയിരുന്നതാണ്. കണ്ണൻ ചികിത്സ വേണ്ടെന്ന് വെക്കുമെന്നും പക്ഷേ മഹാലക്ഷ്മി തൻ്റെ കർമ്മത്തിൽ നിന്നും വ്യതിചലിക്കരുതെന്നും ദേവി മഹാലക്ഷ്മിയോട് പറഞ്ഞിരുന്നു. ഇവിടെ മഹാലക്ഷ്മി ഈ പരീക്ഷണ കാലഘട്ടം എങ്ങനെ മറികടക്കുമെന്ന് നമ്മൾക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലത്തെ കഥാസന്ദർഭ പ്രവചനങ്ങൾ വീണ്ടും കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് മലയാളി സൈനിങ് ഓഫ്.